ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിന്റെ LDC 2024 വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. അത് നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം പിന്നെ നമ്മൾ ഗ്രാമർ പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ടെൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ടോപ്പിക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോ ആദ്യത്തെ വാക്ക് അഡാപ്റ്റ്, അതേപോലെ തന്നെ അഡപ്റ്റ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആണ്. ഞാൻ ആ സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അതേസമയം എഡപ്റ്റ് എന്ന് പറഞ്ഞാലോ, എഡപ്റ്റ് അതിനകത്തൊരു ഇ ഉണ്ട് അല്ലെ? അപ്പൊ എക്സ്പേർട്ട് ആണ് കേട്ടോ. എഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആണ്, നല്ല പാണ്ഡിത്യമുള്ള, നല്ല അറിവുള്ള ഒരു എക്സ്പേർട്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് എഡപ്റ്റ്. ഇനി വേറൊരെണ്ണം ഉണ്ട് അഡോപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അഡോപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓപ്റ്റ് ഉണ്ട് അല്ലെ? ദത്തെടുക്കുക അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അഡോപ്റ്റ്. കിട്ടുന്നുണ്ടോ? അഡാപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ അഡപ്റ്റ് എക്സ്പേർട്ട് ആണ്, അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ PSCയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, നമ്മളെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അടുത്ത് നോക്കാം, എക്സീഡ്. എക്സീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക. അപ്പൊ ആരെങ്കിലൊക്കെ പറയുന്ന എഗ്രി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എക്സീഡ് എന്ന് പറയും കേട്ടോ. എക്സീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക, സമ്മതിക്കുക. അതേസമയം എക്സീഡ് എന്ന് പറഞ്ഞാലോ, സ്പെല്ലിംഗ് നോക്കണേ. ആദ്യത്തെ കേസ് ആണെങ്കിൽ എക്സീഡ് ആണ്, ACCEDE. എക്സീഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് എക്സീഡ് എന്ന് പറഞ്ഞാൽ ടു ഗോ ബിയോണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലെ? എന്താ, ഡോണ്ട് എക്സീഡ് ദ ലിമിറ്റ്. ആ ലിമിറ്റിന് അപ്പുറം പോകരുത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ എക്സീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പോവാ കേട്ടോ. ടു ഗോ ബിയോണ്ട് ആണ് എക്സീഡ്. അടുത്ത് നോക്കാം, ആക്സസും ഉണ്ട് എക്സസും ഉണ്ട്. ആക്സസ് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ആണ്. എനിക്ക് അതിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അല്ലെങ്കിൽ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ എനിക്കത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലെ? അപ്രോച്ച് ആണ് ആക്സസ്. എക്സസ് എന്ന് പറഞ്ഞാലോ, എക്സസ് എമൗണ്ട് ഓഫ് എനർജി അല്ലെ? എക്സസ് ഓഫ് എനർജി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ മോർ ദാൻ ഇനഫ്, നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതലാണ് എക്സസ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വാക്കുകൾ ഒന്നും കൂടെ നോക്കാം. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക, എഡപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇ ആണ് വരുന്നത്, അപ്പൊ എക്സ്പേർട്ട് ആണ്. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്റ്റ് ചെയ്യുക അല്ലെ? അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുക, ഓപ്റ്റ് ചെയ്യുക. പിന്നെ എക്സീഡും ഉണ്ട് എക്സീഡ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രി ചെയ്യുക, സമ്മതിക്കുക. എക്സീഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനപ്പുറം പോവുക അല്ലെ? ടു ഗോ ബിയോണ്ട് ആണ്. പിന്നെ ആക്സസ് കിട്ടി, അപ്രോച്ച് ചെയ്യുക. എക്സസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനേക്കാളും കൂടുതൽ, മോർ ദാൻ ഇനഫ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ 3 എണ്ണം പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈറ്റ് അതുപോലെ തന്നെ സൈറ്റ്. ഓക്കെ, ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? SIGHT എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് സൈറ്റഡ്നെസ്, ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെ? മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വിഷൻ. നമ്മുടെ വിഷൻ ആണ് അല്ലെ? ഐസും അല്ലെങ്കിൽ നമ്മുടെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷൻ ആണ് അല്ലെ? ഇനി സൈറ്റ്, CITE എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റ് എക്സാമ്പിൾസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? സൈറ്റ് എക്സാമ്പിൾസ്, ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഈ സൈറ്റ് കേട്ടോ. CITE എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ സൈറ്റ് ഉണ്ട്, SITE. ഇത് ചോദിച്ചിട്ടുണ്ട് PSC. സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് പ്ലോട്ട്. ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ സൈറ്റ് എന്ന് പറയാ. ഇപ്പൊ നമ്മുടെ നമ്മൾ പ്ലോട്ടിൽ പോയില്ലേ, സൈറ്റിൽ പോയില്ലേ എന്നൊക്കെ പറയും അല്ലെ? അത് ഈ പ്ലോട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഓർക്കുക. അപ്പൊ ഈ പ്ലോട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോ അത്രയും നേരം നിൽക്കാനൊന്നും പറ്റില്ലായിരിക്കും അല്ലെ? നമ്മൾ ഇരിക്കും എന്ന് ഓർക്കുക. അപ്പൊ സിറ്റ് കൂടിയിട്ടുള്ള സൈറ്റ് ആണ് പ്ലോട്ട്. പുറത്ത് വയ്ക്കണേ, സിറ്റ് കൂടിയിട്ടുള്ള സൈറ്റ് ആണ് പ്ലോട്ട്. അപ്പൊ സൈറ്റ്, CITE എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക, സൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വിഷൻ. കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചേക്കണേ. അപ്പൊ നമുക്കിനി അടുത്ത കുറച്ച് വാക്കുകൾ നോക്കാം. അടുത്തത് എല്യൂഡ് ആണ്. എല്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് റെഫറൻസ് ആണ് കേട്ടോ. ഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസിനെയാണ് നമ്മൾ എല്യൂഡ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി ഹാസ് ഓഫൺ എല്യൂഡഡ് ടു ഇറ്റ് ബട്ട് നോട്ട് ടോൾഡ് ദി ഫുൾ സ്റ്റോറി. അവൻ ഫുൾ സ്റ്റോറി ഒന്നും പറഞ്ഞില്ല, പക്ഷെ അതിനൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു റെഫറൻസ് വെച്ചു എന്നുള്ളൊരു മീനിങ് ആണ് എല്യൂഡ്. പഠിക്കണേ, എല്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു ഹിന്റ് കൊടുക്കുക, ആ ഒരു മീനിങ് ആണ് എല്യൂഡ്. അടുത്തത് എല്യൂഡ്. എല്യൂഡ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആണ് കേട്ടോ, രക്ഷപ്പെടുക. എസ്കേപ്പ് എന്നുള്ള ഒരു മീനിങ് ആണ് എല്യൂഡ്.
അപ്പോ എലീനെ കണ്ടപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്തെന്നോ അല്ലെങ്കിൽ എലി എസ്കേപ്പ് ചെയ്തെന്നോ ഓർത്ത് വെച്ചേക്കുക. എല്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു എസ്കേപ്പ്. പിന്നെ മൂന്നാമത്തെയാണ് ഡെല്യൂഡ്. ഡെല്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിസീവ് ആണ്. ഡിസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ചീറ്റ് ചെയ്യുക അല്ലെ? ചീറ്റ് ചെയ്യുക, കബളിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡെല്യൂഡ്. അതിനകത്ത് തന്നെ ഉണ്ട് ഡെല്യൂഡ്, DE വെച്ചിട്ട് തന്നെ ഡിസീവ് അല്ലെ? ഡിസീവ്, ചീറ്റ് ചെയ്യുക എന്നൊരു മീനിങ് ആണ്. അപ്പൊ ഒന്നും കൂടെ, എല്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് റെഫറൻസ് ആണ്. എല്യൂഡ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആണ്. ഡെല്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിസീവ് ആണ് കേട്ടോ, ചീറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അടുത്ത് എല്യൂഷനും ഉണ്ട്, ഇല്യൂഷനും ഉണ്ട്. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, എല്യൂഡ് പറഞ്ഞ പോലെ തന്നെ അത് ഇൻഡയറക്റ്റ് റെഫറൻസ് ആയിരുന്നു അല്ലെ? റെഫറൻസ് എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് എല്യൂഷൻ. ഓക്കെ, ദ ഓതേഴ്സ് ന്യൂ ബുക്ക് കണ്ടെയ്ൻസ് ആൻ എല്യൂഷൻ ടു ദി മിത്തോളജിക്കൽ ഗോഡ്സ്. അതിനൊരു റെഫറൻസ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓതറിന്റെ പുസ്തകത്തിൽ മിത്തോളജിക്കൽ ഗോഡ്സിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു, എല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്യൂഷൻ എന്ന് പറയുമ്പോൾ റെഫറൻസ്. നമ്മൾ ഈ റെഫറൻസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നോക്കിയിട്ടൊക്കെ ആയിരിക്കും അല്ലെ റെഫറൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഓളൊക്കെ ഉണ്ടെന്ന് ഓർക്കുക, എല്യൂഷൻ ആണ് റെഫറൻസ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസെപ്ഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, മിറാഷ്. ഇപ്പൊ നമുക്ക് തോന്നുന്ന രീതിയിൽ അല്ലെ, ശരിക്കും ഉള്ളതല്ല, നമുക്ക് വെള്ളം ഉള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അപ്പൊ അതാണ് ഇല്യൂഷൻ. ശരിക്കുള്ളതല്ല, നമ്മുടെ ഒരു തോന്നൽ പോലെ, അല്ലെങ്കിൽ ഡിസെപ്ഷൻ എന്ന് നമുക്ക് പറയാം. നമ്മളെ കബളിപ്പിക്കുന്ന ആ ഒരു മീനിങ് ആണ് ഇല്യൂഷൻ കേട്ടോ. ഇപ്പൊ പഠിച്ചല്ലോ, എല്യൂഡ് ഉണ്ട്, എല്യൂഡ് ഉണ്ട്, ഡെല്യൂഡ് ഉണ്ട്. എല്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് റെഫറൻസ്. എല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? എസ്കേപ്പ് ചെയ്യുക. ഡെല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി വെച്ചിട്ട് തന്നെ ഡിസീവ് ആണ്. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസെപ്ഷൻ. ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 3 എണ്ണം ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് വന്നിരുന്നതാണ് കേട്ടോ. സോർ. സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഉയരുക. ഉയരുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. വേണമെങ്കിൽ ടു ഫ്ലൈ ഹൈ അപ്പ് ഇൻ എയർ എന്ന് പറയാം. ഓക്കെ, റേസ് ചെയ്യുക, പൈസ എന്താ പറയാ, കുതിച്ച് കയറി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു മീനിങ് ആണ് സോർ. അസെൻഡ് ചെയ്യുക എന്ന് പറയാം. പിന്നെയുള്ളത് സോറാണ്. ഈ സോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോർ ത്രോട്ട് എന്നൊക്കെ പറയും അല്ലെ, പെയിൻഫുൾ ആയിട്ടുള്ള ത്രോട്ട് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഈ സോർ, SORE. പിന്നെ SOUR ഉണ്ട് എന്ന് പറഞ്ഞാൽ കയപ്പേറിയിട്ടുള്ള, അതാണ് ബിറ്റർ കേട്ടോ. അതാണ് SOUR, അത് ബിറ്റർ ആണ്. അപ്പൊ ഓർത്തുവെച്ചേക്കുക, സോർ എന്ന് പറഞ്ഞാൽ ടു ഫ്ലൈ ഹൈ അപ്പ് ഇൻ എയർ. പിന്നെ സോർ എന്ന് പറഞ്ഞാൽ എന്താ? അത് പെയിൻഫുൾ ആണ്. സോർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബിറ്റർ ആണ് കേട്ടോ, ബിറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു ഈ സോർ. അടുത്ത് നോക്കാം, ഓൾട്ടർനേറ്റ്. ഇത് നമ്മുടെ PSC യുടെ ഫേവറേറ്റ് ആണ്, മിക്കവാറും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള, ഓൾട്ടർനേറ്റ് ഡേയ്സ്. അതെല്ലാവരും ഒന്ന് മൈൻഡിൽ പറഞ്ഞു തന്നെ ശീലിക്കുക. ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെ. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ എവിടെയാ ജിമ്മിൽ പോവാറുണ്ട്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ ചേർച്ചിൽ പോവാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഓൾട്ടർനേറ്റ് ഡേയ്സ് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം, ഓൾട്ടർനേറ്റ് ഡേയ്സ്, ഓൾട്ടർനേറ്റ് ഡേയ്സ്. പിന്നെ ഓൾട്ടർനേറ്റീവ് ആണ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോയ്സ് ബിറ്റ്വീൻ 2 or more തിങ്സ്. ഇപ്പൊ അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ, അതിന് പകരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. ഓൾട്ടർനേറ്റീവ്, അതിന് പകരം അല്ലെങ്കിൽ ഒരു ചോയ്സ് ആണ്. അതാണ് ഓൾട്ടർനേറ്റീവ്. പിന്നെ ഓൾട്ടറേഷൻ ഉണ്ട്. ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് ആണ് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുക്കാറില്ലേ, അതാണ് ചേഞ്ച്, അതിൽ മാറ്റം വരുത്തുക, അതാണ് ഓൾട്ടറേഷൻ. ഒന്നും കൂടെ, ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള, ഓൾട്ടർനേറ്റ് ഡേയ്സ് പഠിക്കണ ഓൾട്ടർനേറ്റ് ഡേയ്സ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പകരമായിട്ട്, ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ചേഞ്ച്. അടുത്തത് അപ്പോസിറ്റ്, ഓപ്പോസിറ്റ്. അപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കേട്ടോ. അപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്യൂട്ടബിൾ ആയിട്ടുള്ള. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കോൺട്രറി, കോൺട്രഡിക്ഷൻ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, വിപരീതമായിട്ട് അല്ലെ, അതാണ് ഓപ്പോസിറ്റ്, കോൺട്രറി. ഓക്കെ, അപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ് അപ്പോസിറ്റ് കേട്ടോ, അപ്പോസിറ്റ്. ഇനി എപ്രിഹെൻഡ് ഉണ്ട്, കോംപ്രിഹെൻഡ് ഉണ്ട്. എപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ സീസ് എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക. ഓക്കെ, അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എപ്രിഹെൻഡ്. കോംപ്രിഹെൻഡ് എന്താ? നമ്മൾ മനസ്സിലാക്കുക അല്ലെ, കോംപ്രിഹെൻഷൻ, മനസ്സിലാക്കി, കോംപ്രിഹെൻഡ് പാസേജ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതാണ് കോംപ്രിഹെൻഡ്. അത് മനസ്സിലാക്കുക, ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അപ്രിഹെൻഡ്, സീസ് ചെയ്യുക. സീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാബ് ചെയ്യുക, പിടിച്ചെടുക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് സീസ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക.
അപ്പൊ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഈ ആപ്പ് ഒക്കെ ഉണ്ടല്ലോ, ചില ആപ്പുകളൊക്കെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. എപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് അറസ്റ്റ് ആണ്. കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഇനി ഈ സീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു സീസ് ഉണ്ട് അല്ലെ, CEASE. അതെന്താ സീസ് എന്ന് പറഞ്ഞാല്? സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് സീസ്. CEASE എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആണ്. അതേസമയം ഈ സീസ് എന്ന് പറഞ്ഞാല് പിടിച്ചെടുക്കുക, ഗ്രാബ് ചെയ്യുക. തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക. ഇപ്പോ ഈ സീസിനകത്ത് ഈസ് എന്നുള്ള വാക്കുണ്ട് അല്ലെ, ഈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്ട് ഭയങ്കര ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും അതിന്റെ പഠനം നിർത്തും അല്ലെ. ഇപ്പൊ നമ്മൾ ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കും. അപ്പൊ ഈസ് ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഓർക്കുക കേട്ടോ. കണ്ടോ, ഇതിനകത്ത് EAS ഉണ്ട്. അപ്പൊ സീസ് ആണ് സ്റ്റോപ്പ്. ഈ സീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഗ്രാബ്. അപ്പൊ ഒന്നും കൂടെ, ഓൾട്ടർനേറ്റ്, ഒന്നിവിടെ വിട്ടുള്ള ഓൾട്ടർനേറ്റീവ്, ഒരു ചോയ്സ്, ഓൾട്ടറേഷൻ, ചേഞ്ച്, അപ്പോസിറ്റ്, സ്യൂട്ടബിൾ, ഓപ്പോസിറ്റ്, കോൺട്രറി, അപ്രിഹെൻഡ്, സീസ്. പിന്നെ ഈ സീസ് എന്താ? സ്റ്റോപ്പ്, കോംപ്രിഹെൻഡ്, ടു അണ്ടർസ്റ്റാൻഡ്. അടുത്ത് നോക്കാം, കൊല്യൂഷൻ. കൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സീക്രട്ട് എഗ്രിമെന്റ് ആണ് കേട്ടോ. ഒരു സീക്രട്ട് എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊല്യൂഷൻ എന്ന് പറയാം. ഇപ്പൊ ഒരാളെ കൊല്ലും എന്നുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. നമ്മൾ ഈ കൊട്ടേഷൻ ഒക്കെ കൊടുക്കണ പോലെ ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ കൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വാട്ട്? എ സീക്രട്ട് എഗ്രിമെന്റ്. കൊളിഷൻ നമുക്കറിയായിരിക്കും അല്ലെ. കൊളിഷൻ എന്താ? ഡാഷിങ് ടുഗെദർ, കൊളൈഡ് ചെയ്യുക, 2 ഡയമെൻഷണൽ കൊളിഷൻ അല്ലെ, കൊളൈഡ് ചെയ്യുക, ഇടിക്കുക, കൂട്ടിയിടിക്കുക എന്നൊരു മീനിങ് ആണ് കൊളിഷൻ. പിന്നെ കൗൺസിൽ, കൗൺസിൽ, കൺസിൽ. കൗൺസിൽ, സെല്ല് വരുമ്പോ അഡ്വൈസ് ആണ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശം അല്ലെ, ഉപദേശം. അത് നൗൺ ആണ് കേട്ടോ. അതേസമയം അഡ്വൈസ് ആയിരുന്നെങ്കിലോ അത് ക്രിയയാണ്, ഉപദേശിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ, വെർബാണ്. കൗൺസിൽ എന്ന് പറഞ്ഞാൽ അസംബ്ലി, കൗൺസിൽ ഓഫ് മെമ്പേഴ്സ് അല്ലെ, അസംബ്ലി ആണ്. അതാണ് കൗൺസിൽ. അപ്പൊ സെൽ എന്ന് പറയുമ്പോൾ ഉപദേശമാണ് കേട്ടോ, അഡ്വൈസ് ആണ്. പിന്നെ കൺസൽ എന്ന് പറഞ്ഞാൽ എന്താ? കൺസൽ എന്ന് പറഞ്ഞാൽ ആൻ ഒഫീഷ്യൽ ബൈ എ ഗവൺമെന്റ് ടു ലിവ് ഇൻ എ ഫോറിൻ സിറ്റി കേട്ടോ. അതാണ് കൺസൽ. നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാരെയാണ് കൺസൽ എന്ന് പറയാ. അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെച്ചേക്ക. കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ല്, അഡ്വൈസ് ചെയ്യുക. കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താ? അസംബ്ലി. കൺസൽ എന്ന് പറഞ്ഞാൽ ആൻ ഒഫീഷ്യൽ ബൈ എ ഗവൺമെന്റ് ടു ലിവ് ഇൻ എ ഫോറിൻ സിറ്റി. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് തീർന്നിട്ടില്ല കേട്ടോ. ഇനിയുണ്ട് നമുക്ക് കുറെ വാക്കുകൾ നോക്കാനുണ്ട്. അത് പതുക്കെ പതുക്കെ ഞാൻ അതിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നാളെ മുതൽ നമ്മുടെ ടെൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പോ ക്ലാസ്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു പുസ്തകം വെക്കുക. വൊക്കാബുലറി ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ക്ലാസ്സിന് ശേഷം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നോ. അതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ കമന്റ്സുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും ബൈ.